നമുക്ക് ജീവിതത്തിൽ എവിടെയാണ് പരാജയപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കാത്തത്? നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പാർട്ട്ണർ, അത് ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും നമുക്ക് ചേരുന്നവരല്ലെങ്കിൽ അത് നമ്മുടെ വളരെയധികം നമ്മളെ ബാധിക്കും. ഇപ്പം ഒരു കുടുംബത്തിലെ ഒരു ഭാര്യയും ഭർത്താവും അവർ തമ്മിൽ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യാതെ 24 മണിക്കൂറും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും മാനസികമായിട്ട് സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് യാതൊരുവിധ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ശ്രദ്ധിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സ് മാനസികമായിട്ട് തന്നെ തളർന്നു പോകുന്ന ഒരു അവസ്ഥയൊക്കെ വരും. അങ്ങനെ വരുമ്പോഴും നമ്മുടെ ജീവിതത്തിലും സാമ്പത്തികപരമായിട്ടായാലും ബിസിനസ് പരമായിട്ടായാലും നേട്ടങ്ങൾ സംഭവിക്കാൻ സാധ്യത കുറവാണ്. നമ്മളിപ്പോൾ ബിസിനസ്സിലാണെങ്കിൽ നമുക്കൊരു പാർട്ണർഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കണം. ഇനിയിപ്പോൾ നമ്മൾ അഥവാ തിരഞ്ഞെടുത്ത് നമുക്ക് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, ഇനി അതിനെ എങ്ങനെ നേരെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ രണ്ടുപേർക്കും പരസ്പരം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒത്തുചേർന്ന് അല്ലെങ്കിൽ പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്ത് രണ്ടുപേർക്കും അത് വേണം എന്നുള്ള ഒരു തോന്നലോടുകൂടി മുമ്പോട്ട് പോയാൽ എല്ലാ വ്യക്തികൾക്കും ധനപരമായിട്ടായാലും മാനസികപരമായിട്ടായാലും കുടുംബപരമായിട്ടായാലും നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധിക്കും.